ചേട്ടാ ഈ രാവിലെ ചേട്ടനാണോ ആദ്യം കാണുന്നത്? അല്ല, ഇവിടെ വീട്ടിൽ ഡാലി എന്ന് പറയുന്ന വീട്ടിലെ പെണ്ണ് ഓടി വന്ന് നിലയെ വിളിച്ച്, അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉറക്കണിട്ട് വരുന്നത്. കാണുമ്പോ എന്താണ് കാണുന്നത്? എത്ര വെള്ളത്തിന് തീ പിടിച്ച്? 2 ബോട്ടാണ് നമ്മൾ വരുമ്പോൾ കത്തുന്നത്. ആ 2 ബോട്ടിൽ നിന്ന് തീ പടർന്നാണ് 9 ബോട്ട് ഒരു ഫൈബർ ഉള്ളം കത്തിപ്പോയത്. എന്താണ് കാരണം നമുക്ക് അറിയാൻ പറ്റും? ഗ്യാസ് ലീക്കായാണ്. പിന്നെ ഡീസൽ ടാങ്ക് അല്ലേ ഇതിനകത്ത്, ഡീസല്, ഫൈബർ, ഗ്യാസ്, ഇത് 3 ഡേഞ്ചറാണ്. വെള്ളം അഴിച്ചു വിട്ടത് ചേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ്. ഞാൻ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ബോട്ട് തല്ലി പൊട്ടിച്ചാണ് 8 ബോട്ട് രക്ഷപ്പെടുത്തിയത്. അല്ലേ? ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ നിലവിളിയായിരുന്നു. ഈ ചെറിയ വള്ളങ്ങളൊക്കെ അങ്ങ് ദൂരെ കിടപ്പുണ്ടല്ലേ, അതൊക്കെ നിങ്ങൾ അഴിച്ചു വിട്ടതാണ്? ഞങ്ങൾ അഴിച്ചു വിട്ട് വെള്ളമല്ലോ. പിന്നെ 9 ബോട്ടിനെ രക്ഷപ്പെടുത്തി. എത്ര ബോട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ? കത്തി, ഒരു ഫൈബർ വെള്ളം ഒരുമിച്ച് കെട്ടിയിരുന്നതാണ്? എല്ലാം ഒന്നിച്ച് കെട്ടിയിരുന്നതാണ്. എവിടെ നിന്നുള്ള വള്ളങ്ങളാണ് ഇതെല്ലാം നമ്മളെ തിരുവനന്തപുരം മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെയാണ്, ഈ പ്രദേശത്തുള്ളവരല്ല. അതുകൊണ്ട് ആരും ആളഭയം ഉണ്ടായില്ല. ഇവിടെ എപ്പോഴും ഈ വെള്ളങ്ങൾ നങ്കൂരിടുന്ന സ്ഥലമാണോ? വെള്ളം നങ്കൂരിടുന്ന സ്ഥലമാണോ ഇത്? ഇതൊരു വർക്ക്ഷോപ്പാണ്, ഷെഫീഖിന്റെ വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് റിപ്പയറിംഗ് ചെയ്യുന്ന ബോട്ടാണ്. അങ്ങനെ വേണോ? അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ നമ്മൾ പ്രതികരിച്ചത്. ആദ്യം ഇവരാണ് കാണുന്നത്. പുലർച്ചെ 2:30 കൂടി ഇത്തരത്തിൽ ആളുകൾ വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായാണ് ഇവർ എത്തുന്നത്. കാരണം ഈ സമീപത്തുള്ള വീടുകളിൽ അത്രമാത്രം ഈ തീനാളങ്ങൾ ഉയരുന്നത് അവർ വീട്ടിൽ നിന്ന് കാണുന്നു. അത്രമാത്രം പുകച്ചുരുളുകൾ ഉയരുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രദേശവാസികൾ എത്തിയ ശേഷം ഈ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾ പലതും അഴിച്ചു മാറ്റുകയാണ് ചെയ്തത്. കാരണം ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത് കാണുന്നതിനപ്പുറത്തേക്ക് അല്പം ദൂരെയും ബോട്ട് നിന്ന് കത്തുന്നത് കാണുന്നുണ്ട്. എപ്പോഴും അഗ്നിരക്ഷാ സേനയ്ക്കാണ് വലിയ ശ്രമകരമായ ദൗത്യത്തിലേക്ക് ഏർപ്പെടേണ്ടി വരിക. കാരണം ഈ അഷ്ടമുടിക്കായലിൽ ഇത്തരത്തിൽ നങ്കൂരമിട്ട് നിൽക്കുന്നത് കൊണ്ടും തീ പിടിക്കുമ്പോൾ സ്വാഭാവികമായി ബോട്ടിനെ അഴിച്ച് വെള്ളത്തിലേക്ക് മാറ്റുന്ന ഒരു ഘട്ടമുള്ളത് കൊണ്ടും ഇവർക്ക് ഈ തീ അണയ്ക്കുക പലപ്പോഴും ശ്രമകരമായ ദൗത്യമാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഡീസൽ യൂണിറ്റ് ഉണ്ട്, ഒപ്പം പാചകവാത സിലിണ്ടറും ഈ വള്ളങ്ങളിലുണ്ട്. കാരണം ഈ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ സിലിണ്ടറുകളിൽ നിന്നുള്ള ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ പൊട്ടിത്തെറി ഈ ദൂരെയുള്ള വള്ളങ്ങളിൽ അത്തരം പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫോമിംഗ് ആണ് എപ്പോഴും ഈ അഗ്നിരക്ഷാ സേന നടത്തുക. അതായത് വെള്ളം ഒഴിക്കുന്നതിനപ്പുറത്തേക്ക് ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രക്രിയയാണ് തീ അണയ്ക്കാൻ ഇത്തരത്തിൽ ഓയിലിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ചെയ്യുക. പക്ഷേ ഇവിടെ ഇത് സാധ്യമാവുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ കൊല്ലത്ത് ഇതുപോലൊരു അപകടം ഉണ്ടായപ്പോഴും കണ്ടതാണ്. കാരണം ഈ ഫോമിംഗ് നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് ആ അപകടവും ഉണ്ടാകുന്നത്. അന്ന് 2 വള്ളങ്ങളാണ് കത്തിനശിച്ചത്. എണ്ണം വല്ലാതെ വർദ്ധിക്കുകയാണ്. കാരണം 9 ബോട്ടുകൾ ഒരു ഫൈബർ ബോട്ടും കത്തുന്ന നിലയിലേക്ക് വന്നു. അപ്പോൾ ഫോമിംഗ് നടത്തുക എന്നുള്ളത് ശ്രമകരമായിരുന്നു. കാരണം ഇവർക്ക് ഇവിടേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറുവള്ളങ്ങളിലും ഒപ്പം ഉള്ളിലേക്കാണ്. ഇട റോഡുകളിലൂടെയും ഈ തീ അടയ്ക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കേണ്ടതായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വള്ളം അഴിച്ചു വിട്ടതിൽ പല വള്ളങ്ങളും അല്പം ദൂരേക്ക് പോയിട്ടുണ്ട്. അതിൽ ഒരു വള്ളം അല്പം ദൂരേക്ക് കിടക്കുകയാണ്. അതിപ്പോഴും കത്തി അമരുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് തൊട്ടടുത്തുള്ള ബോട്ടുകളിൽ ഡീസൽ യൂണിറ്റ് ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. ഡീസലിലേക്ക് അളവ് വളരെ അധികമാണ്. കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മേഖലയിൽ ഇപ്പോൾ കുളച്ചൽ മേഖലയിൽ നിന്നുള്ള ബോട്ടുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ അത്രമാത്രം സംഭരണശേഷിയുള്ള സംഭരണശേഷി ഉണ്ടാകുമ്പോൾ തന്നെ അത്രമാത്രം ഡീസലും ഉണ്ടായിരുന്നു, തിരികെ പോകാനുള്ള ഡീസലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഗ്യാസ് ലീക്കായതാകാം എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ സമയത്ത് പുലർച്ചെ ആ സമയത്ത് പാചകത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമോ സാധ്യതയോ ഇല്ല. അപ്പോൾ എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായത്.